ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ 5 മണിയായപ്പോൾ തന്നെ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് മക്കൾക്ക് പോവണ്ട, ബോർഡ് എക്സാം ഒക്കെ ആയതുകൊണ്ട് അവർക്ക് അവധിയാണ് കേട്ടോ. പക്ഷേ ഏട്ടന് ഇന്ന് പോവേണ്ട ദിവസമാണ്. ഏട്ടൻ നാട്ടിലെ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. ഏട്ടൻ ഇത്രയും നാളും സൗദിയിലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ വിചാരിച്ചു ഇനി നമുക്ക് ഫാമിലി ഒരുമിച്ച് കഴിയാം. കാരണം എത്ര നാൾ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ലൈഫ് മുന്നോട്ട് പോകും എന്ന് ഓർത്തിട്ട് ഒരുമിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാട്ടിൽ ജോയിൻ ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. കറക്റ്റ് ആ ഡേ തന്നെ എനിക്ക് വയ്യാണ്ടുമായി. എന്നുവെച്ചാൽ ചുമയും പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് ആകെ തീരെ സൈഡായി പോയിട്ടോ. അത് ഇപ്പോൾ ഈ ഇടയായിട്ട് ആർക്ക് പനി വന്നാലും ഇങ്ങോട്ട് പോരുന്നുള്ള രീതിക്ക് എൻ്റെ ബോഡി അതങ്ങോട്ട് ഏറ്റെടുക്കും. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല കേട്ടോ. കാരണം ഇപ്പം പൊന്നൂന് വന്നാലും അച്ഛന് വന്നാലും ഏട്ടന് വന്നാലും അപ്പോഴൊക്കെ എനിക്കും വരും. അതാണ് അവസ്ഥ. അങ്ങനെ നല്ലൊരു പനി പിടിച്ച് ഇരിക്കുന്ന സമയമായിരുന്നു. ശനിയും ഞായറും ഒക്കെ നല്ല പനിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞായറാഴ്ച വൈകിട്ടൊന്ന് തല പൊങ്ങിയപ്പോഴേക്കും ഞാൻ മീൻകറിയും മോരുകറിയും മീൻ വറുത്തതും ഒക്കെ സെറ്റാക്കി. പിന്നെ ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിലും വെച്ചു കേട്ടോ. ഇനി അഥവാ എനിക്ക് രാവിലെ തല പൊങ്ങിയില്ലെങ്കിലോ എന്നൊരു പേടിയിൽ അത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് മൺഡേ മോർണിംഗ് എണീറ്റപ്പോൾ വലിയ പണി ഇല്ലായിരുന്നു കേട്ടോ. പ്രതീക്ഷിക്കാതെ വന്നത് നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. കാരണം പാവയ്ക്ക ഒന്ന് കേടാവണ പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഏട്ടൻ കഴിക്കും, ഞാനും മക്കളും കഴിക്കില്ല. അപ്പോൾ വെറുതെ അത് കേടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മെഴുക്കുവരട്ടിയൊക്കെ ആക്കി. അപ്പോൾ ഇതിനിടയ്ക്ക് നല്ല തിളച്ച വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ചുമയും ഇതായിട്ട് പറ്റാണ്ടാവുന്നുണ്ട്. പിന്നെ വേഗം തന്നെ ഗോതമ്പ് പുട്ടും കടലക്കറിയും സെറ്റാക്കി ഏട്ടനുള്ള ലഞ്ചും ഒക്കെ പാക്ക് ചെയ്തു കേട്ടോ. പിന്നെ ഏട്ടന് ചായയും വെച്ചിട്ട് കഴിക്കാനായിട്ട് കൊടുത്തിട്ട് പാത്രങ്ങളെല്ലാം കഴുകി അങ്ങോട്ട് എടുത്ത് വെച്ചു. എനിക്ക് അപ്പോൾ ഉള്ള പാത്രങ്ങൾ കഴുകി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. ഇനി പനിയൊക്കെ ആയിരിക്കണമുണ്ട് നമുക്കൊന്ന് കിടക്കണമെന്ന് വെച്ചാലും ഇതിങ്ങനെ കിടക്കുന്ന കണ്ടാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ അതെല്ലാം കഴുകി ഒതുക്കി കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ പോകുന്ന സമയമായിട്ടോ. മക്കൾ എണീറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോയിൽ പകർത്താനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഞാനിനി വീഡിയോ ഇട്ട് തുടങ്ങിയതുകൊണ്ട് ഇനി അതിലൊരു ഡിലേ വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അത്ര